ഇന്ന് ഉണ്ടാക്കി നോക്കുന്നത് അഹാന കൃഷ്ണയുടെ ബീട്രൂട്ട് സ്വീറ്റ് ആണ്. 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വിസിലടുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്തിന് പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് എടുക്കണം. പിന്നെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, നെയ്യ് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വിസിലും വന്നിട്ടുണ്ട്. ഒരു വിസിലല്ല 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് തണുക്കുമ്പോഴത്തേക്കിന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. നന്നായിട്ട് അടിച്ച് വന്ന ഇത് കുക്കറിൽ തന്നെ ഇട്ട് ഞാൻ ഒന്ന് കറക്കിയെടുക്കുവാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിരിക്കണം. ഇതിലേക്ക് നെയ്യ് ആദ്യമേ ഒഴിക്കണം. ഒരു സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് പഞ്ചസാരയും ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും ഇട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ വെള്ളം പറ്റി വരുന്നിടം വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ബീട്രൂട്ട് ഹൽവ കൂട്ടൊക്കെയാണ്, എന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബീട്രൂട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും കേട്ടോ. ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ അത്ര വലിയൊരു ചുവപ്പൊന്നും ഉണ്ടാവത്തില്ലേ. എന്നിട്ട് ദേ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്ക്കകത്ത് ഇതാക്കിയതും ആപ്പിളും കൂടി ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടായേ.